അപ്പൊ മടിയിലേക്ക് കയറിയിരിക്കാം. ഒരു സെക്കൻഡ്. ദേ ഞാൻ ഇങ്ങോട്ട് വന്നതിനാ തിരിച്ച് ഇതുകൊണ്ട് തന്നെ എനിക്ക് പോവുകയും ചെയ്യണം. പതുക്കെ ഇരിക്കാവുള്ളൂ. ഓ അതൊക്കെ ഇരിക്കണേ. ഇരിക്കട്ടെ എന്നാ. കമോൺ. ഓ ബേബി വെള്ളം എടുത്തോണ്ട് വാ. ആ അപ്പൊ കിണ്ടി കഴി വെക്ക്. വാ. പോണ് കഴുകാൻ പറഞ്ഞു. എടാ വാനര ഇവിടെ വേണം. എന്നാ കിണ്ടി കഴുകാൻ പറഞ്ഞാൽ ഇവരെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോകണോ? ഇവിടെ വെക്ക്. വാ കഴുക. വാ കഴുകാൻ. വാ. എവിടേക്കാ? ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഇവിടെ വാ കഴുകാന്നേ. അയ്യോ, ഇവിടെ വന്നില്ല. നിന്റെ വാ കഴുകാനാ പറഞ്ഞത്. എന്റെ വാ കഴുകാനോ? ഇരിക്ക് അവിടെ. പതുക്കെ ഇരുന്നോ? പതുക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ചോറ് കൊടുക്കാൻ. ചോറ് കൊടുക്കുന്നതിന് മുമ്പ് അച്ഛനെ വിളി. നാളെ നിന്റെ അച്ഛനാണോ? നിന്റെ അച്ഛൻ ഒറ്റത്തിനാണോ? അവൻ കൊള്ളില്ലാത്തവനാണോ? മഹാവൃത്തിയായിട്ടവൻ. എന്റെ അച്ഛനെ വിളിക്കണം. ചുണയുണ്ട് വാടാ. നീ എന്താണ് എന്റെ അച്ഛനെ വിളിച്ചത്? നിങ്ങൾ തിരുമേനിയല്ല പറഞ്ഞ അച്ഛനെ വിളിക്കാൻ. എടാ എന്റെ അച്ഛനല്ലെന്നു. പിന്നെ നിന്റെ അച്ഛനെ വിളിക്കണം. ചോറ് കൊടുക്കണല്ലോ. അച്ഛനെ വിളിക്കാനായിരുന്നു. അച്ഛാ ബാച്ച ചോറ് തരാൻ വിളിക്കാനായിരുന്നല്ലേ? ഇതൊരു കോപ്പിൽ ഇടപാടായി പോയി. അപ്പൊ ചടങ്ങ് തുടങ്ങാം. എടുക്ക. എടാ ഞാൻ നിനക്ക് ചോറ് തരാൻ വന്നവനാണ്. നീ എന്തിനാണ് എന്റെ അടുത്തോട് പോക്കണത്? എടുക്കാൻ പറഞ്ഞു. നിന്റെ അച്ഛനെന്തി അവിടെ ഉണ്ട്. ഈ അനുസരണയുള്ള മക്കളെ വളർത്തണം. ഇങ്ങനെയല്ല ഉണ്ടാക്കണത്, അറിയാവോ? ഒരു കർക്കടകത്തിൽ പറ്റിപ്പോയ അബദ്ധം. എടാ താഴെ വെക്കണേ. താഴെ വെക്കണം. പറയുമ്പോ കറക്റ്റായിട്ട് പറയണേ. ഇരിക്കും അത്. മാവേ അവിടെ ഇരിക്കും മാവേ. ചോറ് എടുത്തിട്ട് അച്ഛൻ നെയ്യ് അങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എനിക്കല്ലേ ചോറ് തരണം? ഞാനല്ലേ ചോറ് കഴിക്കാതിരിക്കുന്ന? എടാ നിനക്ക് ചോറ് പറഞ്ഞത് ഇങ്ങനെ നാക്കെ തൊട്ട് വരുമോ? അമ്മ എടുക്ക്. അതേ എന്റെ വാവ പൊന്നെ. അച്ഛാ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ മറന്നിട്ടില്ലല്ലോ. മിതമായിട്ട് ആഹാരം കഴിക്കുന്ന ആളെ കൊണ്ട് വേണം ചടങ്ങ് നടത്താന്ന് പറഞ്ഞല്ലേ? അയാളെ കാണുമ്പോ തന്നെ അറിയത്തില്ലേ മിതമായിട്ട് ആഹാരം കഴിക്കുന്ന ആളാണെന്ന്? ശരീരം കണ്ട് അറിയത്തില്ലേ? അപ്പൊ തിരുമേനിയുടെ ആഹാരക്രമം ഒക്കെ എങ്ങനെയാണോ? ക്രമാതീതമായി ഫുഡ് കഴിച്ചതിന്റെ പേരിൽ എന്റെ ജോലി പോയവനാണ് ഞാൻ. എന്തായിരുന്നു ജോലി? ഞാൻ ഫുഡ് ഇൻസ്പെക്ടർ ആയിരുന്നു. ഓരോ ഹോട്ടലുകളിലും കയറി മതിയായ ഫുഡ് കഴിച്ചപ്പോൾ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. എനിക്ക് ഇന്ന് എന്ത് കഴിച്ചാലും എന്റെ ശരീരത്തെ പിടിക്കത്തില്ലെന്നോ. ചടങ്ങ് മൊത്തം കൊളായില്ലേ?